എത്രയോ വ്യക്തികൾ. ഞാനല്ല ഇന്നലെ ഞാൻ പ്രസംഗിച്ച് ഞാനല്ല എന്നെ രൂപപ്പെടുത്തിയത്, സമൂഹം എന്നെ രൂപപ്പെടുത്തുകയായിരുന്നു. ചരിത്രകാരനായും കവിയായും സാഹിത്യത്തിൽ പ്രവർത്തിക്കാൻ ഒരു യൂണിവേഴ്സിറ്റിയെ മുഴുവൻ തകർന്നു കിടക്കപ്പോഴാണ് എൻ്റെ തലയിൽ 1.5 കൊല്ലമായിട്ട് അതിന് ഭരണാധികാരികളൊന്നും ഇല്ലാത്ത നിലയിൽ ആളുകൾ തോന്നിയ സമയത്ത് ഏതും പോകും. തൊഴിലെടുക്കാത്ത ശമ്പളം വാങ്ങുന്ന സ്ഥാപനമാണ് യൂണിവേഴ്സിറ്റി എന്ന് അറിയുമ്പോൾ അതിനെ ഇന്നത്തെ പ്രശസ്തമായ നിലയിലേക്ക് എത്തിക്കുവാൻ എനിക്കൊരവസരം കിട്ടി. ആ അവസരം തന്നത് നിങ്ങളുടെ എല്ലാം ജനപ്രതിനിധിയായ നമ്മളെല്ലാം തന്നെ. ഇന്ത്യയിൽ ഒരിക്കലും ഇതുപോലത്തെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുകയില്ല എന്ന് ഞാൻ പലപ്പോഴും പറയാതെ ഈ കേരള വടക്കേ മലബാറിൻ്റെ ആ പരിശുദ്ധി മുഴുവനുള്ള ഒരു മനസ്സ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടെല്ലാം എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഒരു കാരണവരാണോ ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം തികച്ചും ഒരു തറവാട്ടിൻ്റെ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ഒരു നല്ല കെട്ടിട ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു അസൂയ തോന്നി. ഇത് 3 കൊല്ലം അവിടെ റിസർച്ചൊന്നും നടത്താൻ പോകുന്നില്ല, വെറുതെ കിടക്കും, കാക്കകൾ പറന്നത് ഇരിക്കുന്നു. ഞാൻ നാനായോട് പരീക്ഷ ചെയ്യുന്നു, സാറേ ഒരു BSc ഇൻഫർമേഷൻ ടെക്നോളജി ഒരു സാറ് ഇവിടെ തുടങ്ങണം. ഉറപ്പങ്ങനെയാണ് പറയുന്നത്. സാറ് സംസാരിക്കണം, നാളെ ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ ടെക്നോളജി BSc. അദ്ദേഹത്തിന് മുമ്പിൽ ഫയലില്ല, നോട്ടീസിലില്ല, ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി പോലും അറിയില്ല, ഗവൺമെൻറ് അറിയില്ല. അദ്ദേഹം അറിയില്ല നാളെ ഇവിടെ BSc ഇൻഫർമേഷൻ ടെക്നോളജി. എൻ്റെ കുട്ടികളെല്ലാം അവിടെ പഠിക്കുന്നത്, മുസ്ലിം കുട്ടികൾ, പെൺകുട്ടികൾ പഠിച്ചത് എനിക്കിവിടെ പഠിച്ചിട്ട് അതിന് എന്നെ അനുവദിച്ചതും പ്രാപ്തനാക്കിയതാണ് ഞാനല്ല, നായനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പ്രസംഗിക്കുമ്പോൾ ആ ഫോട്ടോ ഞാൻ കാണിക്കുന്നത് നിങ്ങൾ ഈ വ്യക്തിയെ അറിയോ ഉപയോഗിക്കും അറിയാൻ പറ്റാറുണ്ടാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വശങ്ങൾ ഇതുണ്ട് എന്ന് ആരെങ്കിലും അറിയുമെന്നില്ല. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അയാൾ അറിയാത്ത എത്രയോ കാര്യങ്ങൾ അയാൾ സാധിക്കും. ഈ ഭാഗത്ത് പട്ടേലൊക്കെ പണിയിൽ വന്നിട്ടില്ല. ഞാനൊന്നും ഒരു വന്നാലൊരു BSc കഴിഞ്ഞൊരു BA അധ്യാപകനാണ് എവിടെയൊക്കെ കൂടി. അദ്ദേഹത്തിന് മനസ്സിനപ്പോൾ ഞാൻ ദൈവത്തെ ബഹുമാനിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ആശയം, ഒരു സിദ്ധാന്തം, ഒരു തത്വചിന്ത. ആ പുസ്തകം ഞാൻ എഴുതിയെങ്കിലും പ്രസിദ്ധീകരിച്ച എല്ലാ സഹായ സഹകരണങ്ങളും എന്റെ ഗവേഷണ രംഗത്തേക്കും അല്ലെങ്കിൽ എന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്ന വിവിധ തലത്തിലേക്ക് പോലും എന്നെ നിർബന്ധിച്ച് ആനയിച്ചത് അദ്ദേഹമാണ്. എന്റെ പല പുസ്തകങ്ങൾക്കും അവതാരി എഴുതുന്നത് ലോകത്തുള്ള പല ഒരു ചരിത്രം തിരുത്തി എഴുതാൻ വേണ്ടി ചരിത്രകാരന്മാരെ അതിശോധനയായി പറയുന്നില്ല. കാരണം ഞാൻ ചരിത്ര കോൺഗ്രസ് ചരിത്രകാരന്മാരെ വെച്ച് അവർക്ക് അനുകൂലമായി ചരിത്രം രചിക്കുന്ന ഒരു കാര്യം കൽക്കട്ടയിലുണ്ട്, ഭുവനേശ്വറിലുണ്ട്. ഞാൻ കാണുന്നത് അദ്ദേഹത്തെ പല അധ്യാപകരും അതുപോലെ സ്റ്റാലിൻ ചെയ്യുന്നതാണ്. കാരണം അദ്ദേഹത്തിന്റെ സഹായ അവർക്ക് പല തരത്തിലും സഹായിച്ചിട്ടുണ്ട്. എനിക്ക് സത്യം അത്ഭുതമായി. അതുകൂടാതെ വ്യക്തിയുടെ കാലത്ത് ചെറിയ കാര്യമുണ്ട്. അത് ഇവിടെയുള്ള കേരളത്തിലെ അല്ലെങ്കിൽ കോഴിക്കോട് രാജ്യത്ത് ആരൊക്കെ വന്നിട്ടുണ്ടോ, ആരൊക്കെ ഈ രാജ്യം ഭരിച്ചിട്ടുണ്ടോ, അതെല്ലാം ഈ രാജ്യത്തിന്റെ ചരിത്രം. ഭാരതത്തിന്റെ ചരിത്രം എഴുതുമ്പോൾ ഈ ഭാരതത്തിൽ ആരൊക്കെ വന്നു പോയിട്ടുണ്ടോ, ആരൊക്കെ ഭരണം നടത്തിയിട്ടുണ്ടോ. നമുക്കറിയാം മഹാത്മാഗാന്ധിയാണ് 1915 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളും യാതനകളും നേരിട്ട് മനസ്സിലാക്കുക. അങ്ങനെയാണ് നമുക്കറിയാം മഹാത്മാഗാന്ധി ഭാരത പര്യടനം നടത്തി.
ഗോഖലെയുടെ ഉപദേശം സ്വീകരിച്ച് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി ഇത്തരം സ്ഥലത്ത് ബ്രിട്ടീഷുകാർ കർഷകർക്കെതിരെ അതിനെതിരെ നടക്കുന്ന കർഷക സമരത്തിൽ ഭാഗം കൈക്കൊണ്ടാണ് സിദ്ധാന്തം, ഒരു തത്വചിന്ത ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം